ഫേമസ് യൂട്യൂബർ അല്ലേ? നീ ഫേമസ് യൂട്യൂബർ ആണല്ലോ. ഇതെങ്ങനെ എനിക്കറിഞ്ഞെന്നല്ലേ? എടാ നീ ആരാന്ന് എനിക്കറിയാ, നീ എവിടുന്ന സംസാരിക്കണെന്ന് എനിക്കറിയാം കേട്ടാ. നിന്റെ കഥ ഇന്ന് തീരും, നിന്നെ ഞാൻ വീട് തേടി വരും. വരുന്നവരുടെ ബാഗിനകത്ത് കൈയിട്ടിട്ട് തുണി കക്കുക, അതിനകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മാക്സിമം എടുക്കുക, എന്നിട്ട് ഇത് ബാംഗ്ലൂരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് വിടുക. ഫ്രീ ആയിട്ട് ഇന്റർവ്യൂവിന് വിളിച്ചാൽ പോലും 5 പൈസ വേണ്ട, ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകണ്ട എന്ന് ഞാൻ പറയുള്ളൂ. ഈ തട്ടിപ്പ് സംഘങ്ങളെ ഈ ബാംഗ്ലൂരിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നത് വരെ കേരളത്തിൽ നിന്നും ഒരു മലയാളി പോലും അവിടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് പോകണ്ട. എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ബാംഗ്ലൂർ ജോബ് സ്കാം വേറെ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിക്കക്കള്ളിയില്ലാതെ അവിടെ ആരും എത്തുന്നില്ല എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളെ വിളിക്കലും ഭീഷണിപ്പെടുത്തലും വീഡിയോ റിമൂവ് ചെയ്യാൻ പറയലും പേടിപ്പിക്കലും വീട്ടിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞാൽ പേടിപ്പിക്കുന്നത്. അതിന്റെ വോയിസ് ഒക്കെ റെക്കോർഡൊക്കെ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ. അപ്പോൾ വീട്ടിലേക്ക് വന്ന് അങ്ങനെങ്കിലും ഒന്ന് വരട്ടെ ഒന്ന് കാണാലോ എന്ന് വെച്ചിട്ട് ഞാൻ നിൽക്കുന്നത്. അതൊന്നുമല്ല, എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ. ഭീഷണിപ്പെടുത്തുന്നതും ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നതൊക്കെ നിങ്ങളെ കേൾപ്പിക്കാം. ഈ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഇത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് കൂടെ ചെയ്തേക്കുക. എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ വീഡിയോയ്ക്ക് ഒരു പെർഫോമൻസ് ഉണ്ടാവുള്ളൂ, ഒരുപാട് പേരിലേക്ക് ഇത് എത്തുകയുള്ളൂ. എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരുപാട് പേർക്ക് ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയാനും സാധിക്കുകയുള്ളൂ. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ഫസ്റ്റ് കോളേജിലുള്ള അധ്യാപകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളിലേക്ക് ഈ കുട്ടികൾക്ക് ജോലി കൊടുക്കാം, ഇവരിപ്പോൾ പാസ് ഔട്ടായി പോവുകയാണല്ലോ, ജോലി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള തട്ടിപ്പ് സംഘങ്ങളും നിങ്ങളെ അപ്രോച്ച് ചെയ്യും. ഒരാളെ നിങ്ങൾ ഇന്റർവ്യൂവിന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ വീണ് പോകരുത്. അവസാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഈ പൈസ തിരിച്ച് കൊടുക്കേണ്ടി വരും ഇവർക്ക്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രമുഖ കോളേജിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ തട്ടിപ്പ് സംഘം കോളേജിൽ കോൺടാക്ട് ചെയ്യുകയും അവിടെയുള്ള പ്രധാനപ്പെട്ട അധ്യാപകനെ കോൺടാക്ട് ചെയ്യുകയും ഈ കാര്യങ്ങൾ സംസാരിച്ചു, അതായത് നിങ്ങളെ കോളേജിലുള്ള കുറച്ച് കുട്ടികളെ തന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് വിട്ട് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് വെച്ച് തരാമെന്ന് പറയുകയും അതുപോലെ ഈ കോളേജ് അധ്യാപകൻ ആ ക്ലാസ്സിൽ പോയി സംസാരിച്ചിട്ട് ഇന്ന സ്ഥലത്ത് ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ എന്ന് പറയുകയും ഇവരുടെ കയ്യിൽ നിന്ന് 4500 രൂപ അല്ലെങ്കിൽ 3900 രൂപയ്ക്ക് ഇതുപോലെ മേടിക്കുകയും തിരിച്ചു വരികയും ജോലി കിട്ടാതെ വരികയും ചെയ്തു. അങ്ങനെ ഈ കുട്ടികൾ വന്നിട്ട് ഈ കോളേജിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ അധ്യാപകന്റെ കയ്യിൽ നിന്നാണോ എന്നറിയില്ല, ഈ പണം തിരിച്ചു കൊടുത്തു, കുട്ടികൾക്ക് തിരിച്ചു കൊടുത്തു. നഷ്ടപ്പെട്ട പൈസയും തിരിച്ചു കൊടുത്തു, അതുപോലെ അവർക്ക് ചിലവായിട്ടുള്ള യാത്രാ എമൗണ്ടും തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റിയ കാര്യം. ഇനി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവര് ഈ ബാംഗ്ലൂരിൽ ഇന്റർവ്യൂ നടത്തുന്ന തട്ടിപ്പ് നടത്തുന്ന ഈ സംഘം കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട്, അതായത് ഇവര് കേരളത്തിൽ മുഴുവൻ ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിടുകയാണ് ചെയ്യുന്നത് ഇപ്പം. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് വെയർ ഹൗസ് ജോബ്, ഫ്ലിപ്കാർട്ടിൽ ആമസോണിലെ ജോബ്, അതുപോലെ തന്നെ സ്വിഗ്ഗിയിലെ ജോബ്, അങ്ങനെ പല ടൈപ്പ്, ഹോണ്ടയിൽ, TVS, അങ്ങനെ പല പല കമ്പനികളുടെ പ്രമുഖ കമ്പനികളുടെ പേരും പറയും, ചിലപ്പോൾ കോൾ സെന്ററാന്ന് വരെ പറയും. അങ്ങനെ ജോബ് ഓഫർ ഉണ്ട് 24,000, 18,000, 17,000 എന്നൊക്കെ പറയുമ്പോൾ ചാടി പോകാൻ നിൽക്കേണ്ട. നിങ്ങൾ വെറുതെ ആ ടൗണിൽ പോയിട്ട് കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരും. കാരണം ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഈ സംഭവം കേരളം മൊത്തം ഉണ്ടല്ലോ എന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊക്കെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇതൊരു വലിയ ഗ്യാങ് ആണ്, ശൃംഖലയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ കാണിക്കുന്ന പരിപാടിയാണിത്. കേരളത്തിൽ വന്നാൽ കാല് തല്ലി ഓടിക്കും ഈ ടീമിനെയൊക്കെ. അറിയാലോ നമ്മൾ മലയാളികളെയൊക്കെ, നമ്മളെ കേരള പോലീസിനെയൊക്കെ. ഇവരിപ്പോൾ ഈ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലെ പോലെയല്ല, പൈസ മേടിച്ചിരിക്കുന്നവരല്ല നമ്മുടെ മലയാളി പോലീസുകാർ, കേരള പോലീസുകാർ. ഇങ്ങനെയൊക്കെ സംഘങ്ങളോട് വന്നു കഴിഞ്ഞാൽ തുരത്തി ഓടിക്കുന്നുള്ളത്, നമ്മൾ മലയാളികൾ തന്നെ തുരത്തി ഓടിക്കുന്നുള്ളത് ഇവർക്കറിയാം. പിന്നെ ഈ ഒരു ഗ്യാങ് എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ഒരു തട്ടിപ്പ് സംഘമാണ്, ഒരു ഗ്യാങ് ആണ്. അവർ ഈ പരിപാടി കഴിഞ്ഞാൽ, ഇപ്പൊ ഈ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അവയർനെസ്സും എല്ലാ കോളേജിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ആളുകളെ കിട്ടാതെയായി വരുമ്പോൾ ഇവർ തന്നെ ഗ്യാങ് ആയിട്ട് പല പല തട്ടിപ്പുകളായിട്ട് രജിസ്റ്റേർഡ് ആയിട്ട് കേരളത്തിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ കൊച്ചി ബേസ് ചെയ്തിട്ടും കോഴിക്കോട് ബേസ് ചെയ്തിട്ടും ഒരുപാട് പല സ്കീമുകളായിട്ട് കൊണ്ടുവന്നിട്ട് വലിയൊരു ഹ്യൂജ് എമൗണ്ട് തട്ടിക്കൊണ്ട് മുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഓൾറെഡി നമ്മൾ വീഡിയോ ഇറങ്ങിയതിന് ശേഷം അവിടെ ഈ പറഞ്ഞ സംഘങ്ങളുടെ ഇടയ്ക്കൊന്നും ആരും ചെല്ലുന്നില്ല. ഇപ്പൊ ജോലി ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇവരെ വിളിക്കുന്നവരൊക്കെ ഇവരെ കളിയാക്കുന്ന ആൾക്കാരായി മാറിക്കഴിഞ്ഞു. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇന്റർവ്യൂവിന് പോകാൻ നിൽക്കുന്നവർ തന്നെ ഈ സാധനം ബാംഗ്ലൂർ ജോബ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വരുന്നതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ പല വാർത്തകളും കാര്യങ്ങളും ഒക്കെ യൂട്യൂബിലുണ്ട്. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ RI തിങ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തപ്പോൾ, യൂട്യൂബിൽ വീഡിയോ ചെയ്തപ്പോൾ അവർ ഭീഷണിപ്പെടുത്തിയത്രേ, നീ വീഡിയോ കളഞ്ഞു അല്ലെങ്കിൽ നിന്റെ പേര് ലോൺ എടുക്കും എന്നും പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ നിന്റെ പേരിൽ സിം എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ എനിക്ക് അറിയാൻ സാധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഭായിമാര്, ബംഗാളികൾ, ഈ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് സിം വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
ഇവർക്ക് ഈ വിളിക്കാനുള്ള സിമ്മുകളെല്ലാം അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രൂഫ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ സ്ഥലത്തിന്, അതായത് ഇന്ന സ്ഥലത്ത് ഞാൻ പോയിട്ട് ഇത്ര എമൗണ്ട് കൊടുത്തു, എനിക്ക് ജോലി കിട്ടിയില്ല, അവരെന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തില്ലെങ്കിൽ 4-5 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്കെതിരെ വരുന്ന കംപ്ലൈന്റുകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അഡ്വക്കേറ്റിനെ വെച്ചിട്ടും കയ്യിൽ നിന്ന് എമൗണ്ട് കൊടുത്തിട്ടും ഒക്കെ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിങ്ങനെ പോയ വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു കംപ്ലൈന്റ് ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കിട്ടേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു ബായി അവിടെ വന്നിട്ട് എല്ലാവരുടെയും പ്രൂഫ് മേടിച്ച് കൊണ്ടുപോയിട്ട് തിരിച്ച് സിമ്മ് കൊണ്ട് കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ഈ ബാംഗ്ലൂർ തന്നെ നിലവിൽ ഈ സംഭവം ചെയ്യുന്നവര് പറയുന്ന കാര്യമെന്ന് പറയുന്നത്, പൈസ വേണ്ട, നിങ്ങൾ നേരെ വന്നാൽ മാത്രം മതി, ഒന്നും വേണ്ട. അതായത് അവർ സാധനങ്ങൾ എടുക്കുക, അവിടെ ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ട് വരിക, നിങ്ങൾ എല്ലാ സാധനങ്ങളും ഡ്രസ്സുകളും കാര്യങ്ങളും എടുത്ത് ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ട് വരിക, 5 പൈസ തരണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഈ കുട്ടികൾ ഇന്റർവ്യൂവിനായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരെ വന്ന് വിളിച്ചിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ ഇവരുടെ പ്രൂഫ് എല്ലാം മേടിച്ച് വെച്ചുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് ഇന്റർവ്യൂവിന് കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് സെലക്ട് ആയെന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരും, കുത്തിന് പിടിച്ച് ഇടിച്ചിട്ട് പൈസ മേടിച്ചിട്ട് വിടും. അതാണ് ഇപ്പോഴത്തെ അവരുടെ സ്കീം. കാരണം അവർ കലിച്ചിരിക്കുവാണ്, നട്ടം തിരിച്ചിരിക്കുവാണ്. നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം അവർക്ക് ഒരു ഗതി ഇല്ലാതിരിക്കുവാണ്. നിങ്ങൾ കൊടുത്ത ആ പ്രൂഫ് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് അടയ്ക്കണം. പിന്നെ ഇവർ കിട്ടുന്ന ഈ പേയ്മെന്റ് എന്ന് പറയുന്നത് പല തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടെലികോളിംഗ് ചെയ്യുന്ന സ്റ്റാഫിനോട് പോലും ഇവർ വ്യക്തമായിട്ടുള്ള പേരല്ല പറഞ്ഞിരിക്കുന്നത്. പാറക്കുട്ടി, അമ്മുക്കുട്ടി എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അവരുടെ ഒന്നും യഥാർത്ഥ പേര് ഇവർക്ക് അറിയില്ല, ഈ ടെലികോളേഴ്സിന് അറിയില്ല. ഈ ടെലികോളേഴ്സിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ജോലി ഇല്ലാണ്ട് എത്തിയിട്ട് നിന്നെ ഇവിടെ എത്തിച്ച പോലെ നീ ഒരു 10 പേരെ എത്തിക്കുകയാണെങ്കിൽ ഇത്ര എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇവരൊരു സെറ്റപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നുകിൽ ഭായിമാരുടെ കൂടെ കിടക്കാനായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 5, 6, 10 ആൾക്കാരൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന PG-യിൽ നിർത്തിയിട്ടായിരിക്കും ഈ പരിപാടി പറയുന്നത്. സിം എന്തായാലും അവർ കൊടുക്കും, ഫോൺ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവർ ഫോണും അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതാണ് എനിക്ക് അറിയാൻ സാധിച്ച കാര്യം. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കോള് വരുന്നത്. അപ്പൊ ഇവന്മാര് തെറി പറയുന്നതും അല്ലെങ്കിൽ എന്ത് പറയുന്നത്, ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ ഈ പേഴ്സണൽ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടല്ല, അല്ലെങ്കിൽ അവരെയായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പറിൽ നിന്നും വിളിച്ചിട്ടല്ല. അതുകൊണ്ട് ഇവർക്ക് എന്തും പറയാം. ഇതുപോലെ ഞാൻ കേൾപ്പിച്ചു തരാം. ഫേമസ് യൂട്യൂബർ അല്ലേ നീ? ഫേമസ് യൂട്യൂബർ ആണല്ലോ. ഇതെങ്ങനെ എനിക്കറിഞ്ഞെന്നല്ലേ? എടാ നീ ആരാന്ന് എനിക്കറിയാ, നീ എവിടുന്ന സംസാരിക്കണെന്ന് എനിക്കറിയാം കേട്ടാ. നിന്റെ കഥ ഇന്ന് തീരും, നിന്നെ ഞാൻ വീട് തേടി വരും. ഇവൻ വിചാരിച്ച എന്താ അറിയോ, ഇവൻ മാത്രമാണ് എന്റെ യൂട്യൂബ് ചാനൽ കണ്ടുപിടിക്കുന്നത്, വീട്ടിൽ വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വന്നാൽ ഈ പരിപാടി ഞാൻ നിർത്തുമെന്നാണ് ഇവന്റെ വിചാരം. പേടിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുക. അതായത് ഒളിഞ്ഞിരുന്നു കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. എന്നെ ഇപ്പം ഇവൻ ബ്ലോക്ക് ചെയ്ത് പോയി, എന്നെയായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഇവൻ പിറ്റേ ദിവസം രാവിലെ ട്രെയിനിൽ കയറി എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ അയച്ചു. അപ്പം ഞാൻ വിചാരിച്ചു വരുന്നുണ്ടാവും, എങ്ങനെയെങ്കിലും ഇവരൊന്ന് കാണാലോ എന്ന് വെച്ചിട്ട്. പിന്നെ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയി. ഇവർ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തട്ടിപ്പുകാർ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്ന് പിന്മാറും എന്നുള്ളതാണ്. അങ്ങനെ പലരെയും ഇവർ ഒതുക്കിയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ഒതുങ്ങുന്ന ആളല്ല. അത് ഈ കാണുന്നവരെ, ഈ ബാംഗ്ലൂരിലെ ജോബ് സ്കാം തട്ടിപ്പ് നടത്തുന്നവരെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഏതറ്റം വരെയും പൊക്കോ, ഒരു കുഴപ്പമില്ല. ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. നീ വീട് തേടി വരുമോന്നോ? എടാ, ഇത് കുറച്ചെല്ലാം കഴിവുള്ളവന്മാര് പറയുമ്പോ ഒരു അന്തസ്സുണ്ട്. അവിടെ അടിമപ്പെടുക്കുന്ന നീയാണ് എന്റെ വീട് തേടി വരാൻ പോകുന്നത്. നീ നടന്നു പോകുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നീ വേഗം ഒന്ന് വരണേ. എടാ, നിന്റെ കൊമ്പത്തിരിക്കുന്നവന്മാർക്കെല്ലാം എന്നെ അറിയാം. നീ മാത്രമാണ് ഇപ്പൊ എന്നെ കണ്ടുപിടിച്ചെന്നാണോ വിചാരം? എന്നിട്ട് ഇപ്പൊ അവന്മാരൊന്നും തേടി വരാതെ നീയാണോ ഇങ്ങോട്ട് വരാൻ പോകുന്നത്, വീട് തേടിയിട്ട് വരുന്നത്? നീ ഒന്ന് വരണേ, വേഗം വന്ന് കാണിക്കണേ. അപ്പൊ ഞാനിങ്ങനെ വരാൻ പറഞ്ഞപ്പോഴത്തേനും അവൻ പിന്നെ ഇങ്ങനെ തെളിയിച്ച് തരുവാണ്. പിറ്റേ ദിവസം രാവിലെ, എടാ ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് റെക്കോർഡൊക്കെ ഇടുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, നീ വാ, എനിക്ക് കുഴപ്പമില്ല, നമുക്ക് മീറ്റ് ചെയ്യാം, യാതൊരു പ്രശ്നവും. എന്നിട്ട് അവൻ ട്രെയിൻ കയറിയിട്ട് അതിന്റെ ഫോട്ടോസൊക്കെ, ട്രെയിനിനകത്തിരിക്കുന്ന ഫോട്ടോസും എല്ലാം അയച്ചു തരികയാണ്. നമ്മൾ പേടിക്കുന്ന അവന്റെ വിചാരം. നമ്മൾ പേടിക്കുവോ? ഇല്ല. ഇപ്പൊ അവൻ വന്നു കഴിഞ്ഞാലും എന്റെ തട്ടിപ്പ് സംഘങ്ങളെ ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പൊ അവൻ അങ്ങനെയൊന്നും വിടല്ലേ ആരും കേട്ടോ. തിരിച്ച് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഇവനൊന്നും. പിന്നെ നിങ്ങൾക്ക് ഈ തട്ടിപ്പ് കാണിക്കാൻ പിന്നെ അവിടെ വേറെ ആരും ഉണ്ടാവില്ല, എല്ലാവരും എൻ്റെ അടുത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, പഠിച്ചിറങ്ങുന്നവരൊക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഫ്രീ ആയിട്ട് ഇന്റർവ്യൂവിന് വിളിച്ചാൽ പോലും 5 പൈസ വേണ്ട, ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകണ്ട എന്ന് ഞാൻ പറയുള്ളൂ. ഈ തട്ടിപ്പ് സംഘങ്ങളെ ഈ ബാംഗ്ലൂരിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നത് വരെ കേരളത്തിൽ നിന്നും ഒരു മലയാളി പോലും അവിടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് പോകണ്ട. പൈസ വേണമെന്ന് അവർ പറഞ്ഞാലും പൈസ വേണ്ട എന്ന് പറഞ്ഞാലും വലിയ വലിയ കമ്പനി പറഞ്ഞ് കാണിച്ചാലും നിങ്ങൾ പോകണ്ട, നിങ്ങൾ പെടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ തല്ലുകൊള്ളും, അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കും, ജീവനോടെ പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം മൊത്തം തട്ടിയെടുക്കും. അതായത് പലരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ പല രീതികളിലാണ്. അവിടെ കൊണ്ടുപോയിട്ട് ബാഗ് സൂക്ഷിക്കാൻ കൊടുക്കുമ്പോഴത്തേനും അതിനകത്ത് നിന്ന് ഇവന്മാർ ഡ്രസ്സ് മുക്കുന്നുണ്ട് ഇവിടെയുള്ള ടീം. അതൊക്കെയാണ് കോമഡി. ഇവന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈ പ്രൊഫഷണൽ സെറ്റപ്പിലൊക്കെ നമ്മളോട് സംസാരിച്ചിട്ട് ഇമ്മാരി ഉടായ്പകളാണ് മൊത്തം. കക്കുക, തുണി കക്കുക.
ബാഗിനകത്തുനിന്ന് വരുന്നവരുടെ ബാഗിനകത്ത് കൈയിട്ടിട്ട് തുണി കക്കുക, അതിനകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മാക്സിമം എടുക്കുക, എന്നിട്ട് ഇത് ബാംഗ്ലൂരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് വിടുക. ഇതാണ് ഇവന്മാർ ചെയ്യുന്ന പരിപാടി. ഈ പരിപാടി എന്ന് നിൽക്കുന്നോ, ഇന്ത്യയിൽ എന്ന് നിൽക്കുന്നോ, അന്ന് മാത്രം നിങ്ങൾ ജെന്യൂൻ ആയിട്ട് ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്റർവ്യൂവിന് എവിടെയും പോയാൽ മതി. ഇത്ര എനിക്ക് പറയാനുള്ളൂ. വീണ്ടും കാണാം, അതുവരെ ഗുഡ് ബൈ.